നാളികേരത്തിന്റെ വില കൂടിയതോടെ കള്ളന്മാരെ പേടിച്ച് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച കഥയാണ് കോഴിക്കോട് കുറ്റ്യാടിക്കാർക്ക് പറയാനുള്ളത്. മാത്രമല്ല CCTV നിരീക്ഷണത്തിലാണ് ചില കർഷകർ നാളികേരം സൂക്ഷിക്കുന്നത് പോലും. കാവിലുംപാറ, മരുതൂങ്കര ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും തേങ്ങ മോഷണം നടക്കുന്നത്. കുറ്റ്യാടി തേങ്ങ ഏറെ പ്രസിദ്ധമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ കുറ്റ്യാടിയിൽ നിന്ന് നാളികേരം കയറ്റിപ്പോകുന്നുണ്ട്. നാളികേരത്തിന്റെ വില കൂടിയപ്പോൾ കർഷകർക്ക് പേടിയുടെ കാലമാണ്. നാളികേരം മോഷ്ടിക്കാനെത്തുന്നവരുടെ എണ്ണം കൂടുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതായതോടെയാണ് നാളികേര കർഷകർ ചേർന്ന് നാളികേര സംരക്ഷണ സേന എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മുമ്പ് താഴെ വീണ മാത്രം എടുത്തുള്ളൊരു പ്രവണതയുള്ളൂ. ഇപ്പം തെങ്ങ് കയറിയിട്ടാണ് പറിക്കുന്നത്. പതിരിക്കുന്ന പറഞ്ഞാൽ അതും കൂടെ കഴിയുമ്പോൾ സാധാരണക്കാർ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലേ. കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയത്താണ് നമുക്കിപ്പം തേങ്ങ പറിക്കാൻ പണിക്കാരെ കിട്ടാത്ത പ്രയാസമുണ്ട്. നമ്മളെന്താക്കുക അതൊക്കെ നമ്മുടെ സമയം അങ്ങനെ പറിക്കാൻ വിചാരിക്കുന്ന സമയത്താണ് നമ്മൾ പറമ്പിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ തേങ്ങ മുഴുവൻ പറിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. മാത്രമല്ല തൊട്ടിൽപ്പാലം മേഖലയിൽ തെങ്ങിൻ തോപ്പുകൾ ഇല്ലാത്തവരും പരിചയമില്ലാത്തവരോ നാളികേരം കൊണ്ടുവന്നാൽ എടുക്കരുതെന്ന് തൊട്ടിൽപ്പാലത്ത് കച്ചവടക്കാർക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ മോഷ്ടാക്കളെ പിടിക്കാൻ CCTVയും സ്ഥാപിച്ചു. പറമ്പിൽ കൂട്ടിയിട്ട നാളികേരത്തിനടുത്ത് ആരെങ്കിലും എത്തിയാൽ ഉടമയുടെ മൊബൈലിൽ അലാറം മുഴങ്ങും. ഇവിടെ ചെലവിനിട്ട് തേങ്ങ വരെ ഈ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം, എടുക്കുന്ന ആളല്ല അറിയാം, ആരെല്ലാം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചിലർ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് അട്ടത്തിട്ടിട്ട് തേങ്ങ ബോഡിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വീട്ടുമുറ്റത്ത് ഭക്ഷണാവശ്യത്തിന് മാറ്റിവെച്ചവ പോലും മോഷണം പോകുന്നു. ഇതിനിടയിൽ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കു നേരെ ആക്രമണവുമുണ്ടായി. നാളികേര കർഷക സേന തന്നെ ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 24 കോഴിക്കോട്.